2 കോടി തിരിച്ചടച്ചിട്ടില്ല. അയ്യപ്പ സംഗമത്തിനായി ചെലവഴിച്ചതും അക്കൗണ്ടിലുള്ളതും വിവരിച്ച് മന്ത്രി. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിന്റെ പൊതുഫണ്ടിൽ നിന്ന് പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റിയ 5 കോടി രൂപയിൽ 2 കോടി രൂപ തിരിച്ചടച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. 2025 ഒക്ടോബർ 17-ന് 3 കോടി രൂപയാണ് തിരിച്ചടച്ചതെന്നും മന്ത്രി അറിയിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാക്കിയുള്ളത് സ്പോൺസർഷിപ്പ് തുകയടക്കം 2,72,40,912 രൂപയാണെന്നും കണക്കുകൾ അന്തിമമാകുന്ന മുറയ്ക്ക് ജനറൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നതെന്നുമാണ് മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നത്. ജനറൽ ഫണ്ടിൽ നിന്നും വകമാറ്റിയ തുക മുഴുവൻ സ്പോൺസർഷിപ്പ് തുക കിട്ടിയപ്പോൾ തിരിച്ചടച്ചുവെന്നാണ് മന്ത്രി കഴിഞ്ഞ മാസം നിയമസഭയിൽ പറഞ്ഞത്. ഇത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അവകാശ ലംഘന നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അയ്യപ്പ സംഗമത്തിനായി ബോർഡിന്റെ പണം ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം ലംഘിക്കപ്പെട്ടുവെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. 5 കോടിയിൽ 3 കോടി മാത്രമാണ് തിരിച്ചടച്ചതെന്ന ഓഡിറ്റ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. അയ്യപ്പ സംഗമത്തിന്റെ ചെലവിന് സ്പോൺസർഷിപ്പ് തുക ലഭിക്കാൻ വൈകിയതിനാലാണ് ധനലക്ഷ്മി ബാങ്കിന്റെ നന്തങ്കോട് ബ്രാഞ്ചിൽ പുതുതായി അക്കൗണ്ട് തുടങ്ങി ജനറൽ ഫണ്ടിൽ നിന്നും 5 കോടി രൂപ മാറ്റിയത്. ഇതിൽ 3 കോടി രൂപ ഇവന്റ് കമ്പനിക്ക് അഡ്വാൻസായി നൽകി. ബാക്കി 2 കോടിയിൽ നിന്നും കുറച്ചു പണം മുറി ബുക്കിംഗിനായി ദേവസ്വം ബോർഡ് ഉപയോഗിക്കുകയും ചെയ്തു. ധനലക്ഷ്മി ബാങ്ക്, കേരള ബാങ്ക്, അദാനി പോർട്ട് ട്രസ്റ്റ് എന്നിവരിൽ നിന്നുള്ള തുകയാണ് അക്കൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 3 കോടി ജനറൽ ഫണ്ടിലേക്ക് തിരിച്ചടച്ചു. ബാക്കി തുക ഉൾപ്പെടെയുള്ളതാണ് അയ്യപ്പ സംഗമത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. അയ്യപ്പ സംഗമത്തിനായി ഇതുവരെ ചെലവഴിച്ച കണക്കും മന്ത്രി അറിയിച്ചു. അതേസമയം സഹകരണ വകുപ്പിൽ നിന്നും നിയമസഭയിൽ നൽകിയ മറുപടിയിൽ കേരള ബാങ്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പ് ഇനത്തിൽ തുക നൽകിയിട്ടില്ലെന്ന് വാസവൻ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ നൽകുന്ന മറുപടിയിൽ സ്പോൺസർഷിപ്പാണെന്നാണ് പറയുന്നത്.